നമസ്കാരം. എല്ലാവർക്കും CUT ട്യൂട്ടോറിയത്തിന്റെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് CUT ഹിസ്റ്ററിക്ക് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള, അതായത് CUT ഹിസ്റ്ററി 2024 നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി CUT ട്യൂട്ടോറിയത്തിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ +2 ഹിസ്റ്ററിയിലെ 6ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് 6ാമത്തെ തീമിൽ നിന്ന് ഭക്തി ആൻഡ് സൂഫി ട്രഡീഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് സൂഫി ടീച്ചർ വാസ് ഓൾസോ നോൺ ആസ് ഗരീബ് നവാസ്? എന്താണ്? ഗരീബ് നവാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സൂഫി സെയിന്റ് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയിനുദ്ദീൻ, അമീർ ഖുസ്രു, ഷെയ്ഖ് കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി. അപ്പോ ഈ ഗരീബ് നവാസ് എന്ന് പറയുന്ന ഈ ഒരു ടേം നിങ്ങൾ ഓർത്തിരിക്കണം. ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ, ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഈ നിങ്ങൾ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗരീബ് രാത്ത് ട്രെയിൻ എന്നുള്ള ഒരു പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗരീബ് രാത്ത് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാവപ്പെട്ടവന്റെ ട്രെയിൻ എന്നുള്ളൊരു മീനിങ് അതിലുണ്ട്. അപ്പൊ ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടവന്റെ, അതായത് ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, നവാസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ലീഡർ എന്നൊക്കെ ഒരു മീനിങ് ആണ്. തലവൻ, റൂളർ എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോ ഗരീബ് നവാസ്, പാവപ്പെട്ടവന്റെ ലീഡർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സൂഫി സെയിന്റ് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 4 ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ 4 ആളുകളും ചിഷ്തി സൂഫി ഓർഡറുമായിട്ട്, ചിഷ്തി സൂഫി സിൽസിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ അവരെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ പാഠത്തിൽ സൂഫി ഓർഡർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിഷ്തിയെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആരാണ് ഗരീബ് നവാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? പറയൂ, ആരാണ്? ഖ്വാജ മൊയിനുദ്ദീൻ ആണ് ഗരീബ് നവാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള സൂഫി സെയിന്റ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള 4 ആളുകളും ഈ ഒരൊറ്റ സൂഫി സിൽസില അല്ലെങ്കിൽ ചിഷ്തി എന്ന് പറയുന്ന സൂഫി ഓർഡറിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. ഇതിലെ ഈ ചിഷ്തി എന്ന് പറയുന്ന സൂഫി ഓർഡർ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള ആളാണ് ആര്? മൊയിനുദ്ദീൻ ചിഷ്തി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അജ്മീറിലെ ഫേമസ് ആയിട്ടുള്ള സൂഫി സെയിന്റ്. അജ്മീറിൽ അദ്ദേഹത്തിന്റെ ടൂംബ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇവിടെ പേര് കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം. അപ്പൊ ഇതില് ഖാജ മൊയിനുദ്ദീന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ മുരീദായിരുന്നു ബാബ ഫരീദ്. ബാബ ഫരീദിന്റെ മുരീദ് അല്ലെങ്കിൽ ഫോളോവർ ആണ് ആര്? ഈ നിസാമുദ്ദീൻ ഔലിയ. അപ്പൊ ആ ഒരു ഓർഡർ, ആ നിസാമുദ്ദീൻ ഔലിയയുടെ ഫോളോവർ ആണ് അമീർ ഖുസ്രു. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മൊയിനുദ്ദീൻ ചിഷ്തി എന്ന് പറയുന്ന എന്താണ്? ഫേമസ് ആയിട്ടുള്ള ഒരു സൂഫി സെയിന്റ് ആണ്. ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ ബെനിഫാക്ടർ ഓഫ് ദ പുവർ എന്നാണ് അതിന്റെ ഒരു മീനിങ്. അതുപോലെ തന്നെ ചിഷ്തി സൂഫി ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര്? മൊയിനുദ്ദീൻ ചിഷ്തി, നിസാമുദ്ദീൻ ഔലിയ, കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, അമീർ ഖുസ്രു. 4 ആളുകളും ചിഷ്തി ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കുക. നമുക്ക് ചിലപ്പോൾ അടുത്ത എക്സാമിന് ഈ ചിഷ്തി ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട സൂഫികളെ പേര് ചിലപ്പോൾ പിക്ക് ചെയ്യാം. ഒരുപാട് ആളുകളെ പേര് കൊടുത്തിട്ട് അതിൽ ഇങ്ങനെ പിക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം ഈ സെയിം പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. സൂഫി ആൻഡ് ഭക്തി ട്രഡീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ചോദ്യം ഇങ്ങനെയാണ്: ലോർഡ് ജഗന്നാഥ ഈസ് എ ഫോം ഓഫ് വിച്ച് ഗോഡ്? ലോർഡ് ജഗന്നാഥ എന്ന് പറയുന്നത് ഏത് ദൈവത്തിന്റെ ഫോം ആണ് എന്നാണ് ചോദ്യം. ലോർഡ് ജഗന്നാഥ ആ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് ആ ചാപ്റ്ററിൽ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ലോർഡ് ജഗന്നാഥ എന്ന് പറയുന്നത് ആരാണ്? വിഷ്ണു ആണ്. വിഷ്ണുവിന്റെ ഒരു ഫോം ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ ലോർഡ് ജഗന്നാഥയെ ആരാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രദേശം, അല്ലെങ്കിൽ ലോർഡ് ജഗന്നാഥ ആരാധനമൂർത്തിയായിട്ട് വരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പോ ഇത് ശരിക്കും എന്താ പറയുന്നത്, ഈ ട്രൈബൽ ഡൈറ്റീസിനെ ബ്രാഹ്മണിക്കൽ ഫോൾഡിന്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ് ഓഫ് അസിമിലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ട്രൈബൽ ഗോഡ്സ് ആയിരുന്നു, അത് പിന്നീട് ബ്രാഹ്മണിക്കൽ ഗോഡ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കണേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മൂന്നാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മളുടെ ക്ലാസ് 12 ഹിസ്റ്ററി ബുക്കിലെ 7ാമത്തെ ചാപ്റ്ററിന്. അതായത് 7ാമത്തെ ചാപ്റ്റർ വിജയനഗര, അതായത് ഇമ്പീരിയൽ
ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു തീമിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് among the following travelers visited the city of വിജയനഗര during the 15th century? 15ാം നൂറ്റാണ്ടിൽ വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. അതായത് 1400കളിൽ വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാവലേഴ്സ് ആരൊക്കെയാണ്. അപ്പൊ ഇവിടെ ഒരു 5 ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഡൊമിംഗോ പയസ്, അബ്ദുൾ റസാഖ്, നിക്കിത്തിൻ, പിന്നെ നുനീസ്, നിക്കോള ഡി കൊണ്ടി. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് 15ാം നൂറ്റാണ്ടിൽ വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ആരൊക്കെയാണ് പറയൂ. അവിടെ ഓപ്ഷൻസ് കൊടുത്തത് അത് നമ്മൾ പിക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് ഇതില് വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകള് 15ാം നൂറ്റാണ്ടിൽ കേട്ടോ. 15ാം നൂറ്റാണ്ടില് ഓപ്ഷൻ 3, അതായത് ഡൊമിംഗോ പയസ്, അബ്ദുൾ റസാഖ്, അതുപോലെ തന്നെ നുനിസ്. 3 ആളുകളാണ് 15ാം നൂറ്റാണ്ടിൽ ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നിക്കിത്തിൻ എന്ന് പറയുന്ന റഷ്യൻ ട്രാവലർ വിജയനഗര വിസിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ പറയുന്ന നിക്കോളാസ് കോണ്ടി വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ 16ാം നൂറ്റാണ്ടിലാണ്. അതായത് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ KDR കൃഷ്ണദേവരായ രാജ്യം ഭരിക്കുന്ന സമയത്താണ് നിക്കോളാസ് കോണ്ടി വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 16th സെഞ്ചുറി. കാരണം 16th സെഞ്ചുറിയിലാണ് ആര് വരുന്നത്? എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 1520കളിലാണ് KDR വരുന്നത്. അപ്പൊ KDRന്റെ സമയത്താണ് നിക്കോളാസ് കോണ്ടി അവിടെ വിസിറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത്രയും ആളുകളുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൽ നിക്കിത്തിൻ വിജയനഗര വിസിറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ആളുകളും വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിക്കോളാസ് കോണ്ടി മാത്രം ഡിഫറെന്റ് ആണ്. ഓക്കെ. അപ്പൊ വിജയനഗര എന്ന് പറയുന്നത് എന്താണ്? സിറ്റി ഓഫ് വിക്ടറി എന്നാണ് മീനിങ്, അല്ലെ? വിജയനഗര, വിജയ പ്ലസ് നഗര, വിജയ എന്ന് പറഞ്ഞാൽ വിക്ടറി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വിജയനഗര എന്ന് പറയുന്ന എംപയർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് 2 ബ്രദേഴ്സാണ്. സംഗമ ഡൈനാസ്റ്റിയിൽ പെടുന്ന 2 സഹോദരങ്ങൾ ഹരിഹരനും ബുക്കയുമാണ് അത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെതിരെ റബൽ ചെയ്തുകൊണ്ട് ഇവർ സ്ഥാപിക്കുന്നുണ്ട്. 1336 എന്നൊരു കൂട്ടം ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. അല്ല, 40-40 ശേഷമാണ് എന്ന് ചില ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. എനിവേ 14ാം നൂറ്റാണ്ടിലാണ് വിജയനഗര എംപയർ സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഓപ്ഷനിൽ പറയുന്ന ഡൊമിംഗോ പയസ് പോർച്ചുഗീസുകാരനായിട്ടുള്ള ഒരു ട്രാവലറാണ്. അദ്ദേഹം ഇതേപോലെ ഈ വിജയനഗര എംപയർ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 16ാം നൂറ്റാണ്ടല്ല 15ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം കണ്ടംപററി ആയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ആര്? ഈ അബ്ദുൾ റസാഖ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അബ്ദുൾ റസാഖ് പേർഷ്യൻ ട്രാവലർ ആണ്. അദ്ദേഹം പേർഷ്യൻ ഭരണാധികാരി ആയിട്ടുണ്ടായിരുന്ന ഷാറുഖ്, അദ്ദേഹമാണ് അബ്ദുൾ റസാഖിനെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അബ്ദുൾ റസാഖ് വിജയനഗര എംപയറിലോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ വിജയനഗര എംപയറിനെ കുറിച്ചിട്ട് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിൽ, ട്രാവലോഗിൽ അത് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ വിജയനഗരയിലെ ഫോർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും വിജയനഗരന്റെ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നിക്കിത്തിൻ ഇതേപോലെ റഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ട്രാവലറാണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്ത 15ാം നൂറ്റാണ്ട്. പക്ഷെ അദ്ദേഹം എന്താക്കിയിട്ടില്ല, ഇങ്ങോട്ടേക്ക് വിജയനഗരയിലോട്ട് അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നുനീസ് ഇതേപോലെ പോർച്ചുഗീസ് ട്രാവലർ ആണ്. 15th സെഞ്ചുറിയിലാണ് നുനീസും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ നിക്കോളാസ് കോണ്ടി ഇതേപോലെ 16th സെഞ്ചുറിയിലാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾ അത് ഓർത്തിരിക്കുക. 15th സെഞ്ചുറിയിലാണ് ഇവരൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. നിക്കോളാസ് കോണ്ടി 16th സെഞ്ചുറിയിലുമാണ്. ഇയാളുടെ കൃഷ്ണദേവരായന്റെ സമയത്ത് ചെറിയ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മളെ ഒരു ഡിലീറ്റഡ് പോർഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. NCERT ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള ഒരു ചോദ്യമാണ്. നമ്മളെ ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് സിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: മദ്രാസ്, ബോംബെ, കൽക്കട്ട were the anglicized names of dash were the British first set up trading posts. അതായത് ബോംബെ, മദ്രാസ്, കൽക്കട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതിന്റെ ആംഗ്ലിസൈസ്ഡ് നെയിം ആണ് എന്നാണ് ചോദ്യം. സിറ്റീസിന്റെ ആണോ, വില്ലേജിന്റെ ആണോ, ടൗൺസിന്റെ ആണോ, ക്യാപിറ്റൽസിന്റെ ആണോ എന്നാണ് ചോദ്യം. ഏതാണ്? സിറ്റീസ് ആണ്. ഓക്കെ. ഇത് 3ഉം സിറ്റീസ് ആണ്. മദ്രാസും ബോംബെയും കൽക്കട്ടയും മെയിൻ ആയിട്ടുള്ള സിറ്റീസ് ആണ്. മനസ്സിലായോ? അത് ക്യാപിറ്റൽസ് അല്ല, ഓർത്തിരിക്കണേ.
അപ്പോ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസ് ആണ്. അത് ബ്രിട്ടീഷ് എംപയറിന്റെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് പീരീഡിന്റെ സമയത്ത് ക്യാപിറ്റലുകൾ പല തവണ എന്താക്കിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൽക്കട്ട ഇവരുടെ ഒരു മെയിൻ ക്യാപിറ്റൽ ആയിരുന്നു 1858 മുതൽ 1911 വരെ. പിന്നീട് അതെന്താക്കുന്നത് 1911 ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങോട്ടേക്ക്, ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് ഇത് മൂന്നും മദ്രാസും ബോംബെയും ഇതിലുള്ള രണ്ട് ഓപ്ഷൻസും എന്തല്ല, ക്യാപിറ്റൽ സിറ്റീസ് ആയിട്ട് മാറിയിട്ടില്ല, കൽക്കട്ട മാത്രം. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ, നമുക്ക് ആ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോ എന്താണ്, മദ്രാസും ബോംബെയും കൽക്കട്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സമയത്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള സിറ്റികളാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പോ 1911 വരേക്കും കൽക്കട്ട, 1911 മുതൽക്ക് 47 വരേക്കും പിന്നീട് ഇന്ത്യയുടെ ബ്രിട്ടീഷ് എംപയറിൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്നത് ഡൽഹിയാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ബോംബെ ആൻഡ് മദ്രാസ്, ഈ രണ്ട് പട്ടണങ്ങളും എന്താണ്, പ്രൊവിഷ്യൽ ക്യാപിറ്റൽസ് ആണ്. പ്രോപ്പർ ക്യാപിറ്റൽ അല്ല, പ്രൊവിഷ്യൽ ക്യാപിറ്റൽസ്. അത് നിങ്ങൾക്കറിയാലോ, 3 പ്രസിഡൻസീസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, മദ്രാസ്, ബോംബെ, കൽക്കട്ട, ഈ 3. അപ്പോ ഇതില് ഈ മദ്രാസ്, ബോംബെ എന്ന് പറയുന്ന എന്താണ്, പ്രൊവിഷ്യൽ ക്യാപിറ്റലുകളാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടങ്ങളിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അതായത് ഇവിടങ്ങളിൽ നിങ്ങൾ ബ്രിട്ടീഷ് എംപയറിന്റെ സമയത്ത് നിങ്ങൾ ഇന്ത്യയിലെ ഭരണം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈസ്രോയ് ആണ് ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്നത്. വൈസ്രോയ് ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. വൈസ്രോയ് ഈ മദ്രാസ്, ബോംബെ, കൽക്കട്ട തുടങ്ങിയ പ്രദേശങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് വൈസ്രോയ് എന്താക്കിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം തന്റെ ലഫ്റ്റനന്റ് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ പ്രസിഡൻസികൾ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. മദ്രാസും ബോംബെയും ഒരിക്കലും എന്തായിട്ടില്ല, ബ്രിട്ടീഷ് എംപയറിന്റെ സമയത്ത് ക്യാപിറ്റലുകളായിട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യനും ഇതേപോലെ ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭക്തി സൂഫി ട്രഡീഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഞാൻ മുന്നേ നമ്മൾ സിലബസ് ഡിസ്കഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഭക്തി മൂവ്മെന്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ്, ഒരു ചാപ്റ്ററാണ്, ഒരു തീമാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ 5 ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങൾ വരുന്നതാണ് വന്നത് ഈ ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഇത്, ഈ ഈ ഭക്തി ആൻഡ് സൂഫി ട്രഡീഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ട്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുരു അർജുൻ കമ്പൈൽഡ് ഗുരു നാനക്സ് ഹിംസ് ഇൻ ദി ആദി ഗ്രന്ഥ്. ഗുരു തേഗ് ബഹദൂർ ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഖൽസാ പന്ത്. ഓർത്തിരിക്കുക, ഖൽസാ പന്ത്. അതുപോലെ തന്നെ ആദി ഗ്രന്ഥ് സാഹിബ്. ആദി ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത് ഒരു ബുക്കാണ്, മീൻസ് സിഖുകാരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോളി ബുക്കാണ് ഈ ആദി ഗ്രന്ഥ് സാഹിബ്. പിന്നെ ഖൽസാ പന്ത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ ആണ്. അതാണ് ഖൽസാ പന്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഖൽസയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കൃപാൺ വെക്കണം, കോമ്പ് വെക്കണം, അതുപോലെ തന്നെ ഒരു ആയുധം വെക്കണം, താടി വെക്കണം. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ചാപ്റ്ററിൽ. അതുപോലെ തന്നെ പിന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഗുരു നാനക് കമ്പോസ്റ്റ് ഗുരു ഗ്രന്ഥ് സാഹിബ്. പിന്നെ മീരാബായ് വേഴ്സ് മറാഠ പ്രിൻസസ്, മീരാബായ് വേഴ്സ് രജപുട്ട് പ്രിൻസസ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് തെറ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, ഇതിലെ ഓപ്ഷൻ ഡി. കാരണം മീരാബായ് എന്തല്ല, ഒരു മറാത്ത പ്രിൻസസ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവർ ജനിച്ചതും വളർന്നതും എല്ലാം അവർ രാജസ്ഥാനിലാണ്. അവർ രാജസ്ഥാനിൽ എന്താണ്, ഒരു രജപുട്ട് പ്രിൻസസ് ആണ് അവർ, മറാത്ത അല്ല. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആ മീരാബായ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും, അവരുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, അവർക്ക് മറാത്തയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അവർ രജപുട്ട് ലേഡിയാണ്, രജപുട്ട് പ്രിൻസസ് ആണ്. അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓൾ ദ വേ നിങ്ങൾക്ക് എന്താക്കാം, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഓപ്ഷൻ ഡി വരുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് ഇറേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയും കൂടെ ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, കുറെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. അതായത് ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്വയം ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവും. അപ്പൊ ഇവിടെ ഉള്ള ഡി വരുന്ന 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം ഡി തെറ്റാണ്, മറാത്ത അല്ല അവര്. അപ്പൊ ഓപ്ഷൻ 1ഉം 2ഉം നമുക്ക് എന്താക്കാം, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ ഡി വരുന്നില്ല, അപ്പൊ അത് തെറ്റാണ്. പിന്നുള്ളത് നമ്മൾ 3 and 4 നമ്മൾ നോക്കിയാൽ മതി.
അതായത് ബി സി വരുന്നതും എ ഇ വരുന്ന ഇത് നോക്കിയാൽ മതി, അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പൊ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? എ ആൻഡ് ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഗുരു അർജുൻ ആണ് ഈ ആദി ഗ്രന്ഥ് എന്ന് പറയുന്ന ബുക്ക് കമ്പയർ ചെയ്തിട്ടുള്ളത്, ഗുരു നാനക്കല്ല. കാരണം അവസാനത്തെ 10th ഗുരു മരിച്ചതിന് ശേഷം പിന്നീട് ഇവർ ഗുരുവായിട്ട് കൺസിഡർ ചെയ്യുന്നതും ഈ സിഖുകാര് വർഷിപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഗ്രന്ഥമാണ് എന്ത്? ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത്. അപ്പോ ഗുരു ഗ്രന്ഥ് സാഹിബിൽ ഗുരു നാനക്കിന്റെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ കവിതകളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗുരു ഗ്രന്ഥ് സാഹിബിൽ ഒരുപാട് ആളുകൾ, ഇപ്പോ സൂഫികളായിട്ടുള്ള ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ട്. കബീറിന്റെ ചില കവിതകൾ ഗുരു നാനക്കിന്റെ ഈ ആദി ഗ്രന്ഥ് സാഹിബിലുണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കമ്പോസിഷൻസ് വരുന്ന ഒരു ബുക്കാണ് ഈ ആദി ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന സിഖുകാരുടെ ഹോളി ബുക്ക്. അപ്പൊ അത് കമ്പോസ് ചെയ്തത് ആരല്ല? ഗുരു നാനക് അല്ല. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഗുരു നാനക് എന്താണ്? ഡിഡ് നോട്ട് കമ്പോസ് ദി ഗുരു ഗ്രന്ഥ് സാഹിബ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഗുരു അർജുൻ ആണ് എന്ത്? ഗുരു അർജുന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ഗുരു അർജുൻ ആണ് ആദി ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന ഈ ഒരു സിഖുകാരുടെ ഹോളി ഗ്രന്ഥം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? മീരാബായി ഒരു രജപുട്ട് പ്രിൻസസ് ആണ് എന്നുള്ള ഒരു കാര്യം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ഗുരു അർജുൻ 5th ഗുരു ആണ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഗുരു ഗ്രന്ഥ സാഹിബ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഗുരു അർജുനെയാണ് ജഹാംഗീർ വധിച്ചിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഗുരു ഗ്രന്ഥ സാഹിബില് ഈ ഗുരുനാനക്കിന്റെയും അതുപോലെ തന്നെ സിഖ് മതത്തിൽ 10 പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാണ്, ഗുരുസ് ആണ് ഉള്ളത്. ഓക്കെ, ഗുരു അർജുന്, ഗുരു തേഗ് ബഹദൂർ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അപ്പോ ഗുരു അർജുനെ ജഹാംഗീർ കൊല്ലുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഗുരു തേഗ് ബഹദൂറിനെ ഈ ഔറംഗസീബ് വധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിഖ് ഗുരുസിനെ മുഗൾ റൂളേഴ്സ് എന്താക്കിയിട്ടുണ്ട്? വധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഗുരു ഗോവിന്ദാണ് ഈ കൽസ പന്ത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഗുരു ഗോവിന്ദാണ് കൽസ പന്ത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് 1699. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഗുരു തേഗ് ബഹദൂർ അല്ല. ഓക്കെ, മറക്കരുത്. ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. ഗുരു ഗോവിന്ദ് ആണ് ഇതിന്റെ ലാസ്റ്റ് ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, ഗുരു ഗോവിന്ദ് സിംഗ്. ഗുരു തേഗ് ബഹദൂറിനെ ഔറംഗസീബ് കൊന്നു. 10ാമത്തെ ഗുരു ഗോവിന്ദിനെ ഔറംഗസീബിന്റെ മകൻ ബഹദൂർ ഷാ ആണ് പിന്നീട് കൊല്ലുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകുന്ന സമയത്ത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇദ്ദേഹം മരണപ്പെടാം. മുഗൾ ചക്രവർത്തിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഗുരു ഗോവിന്ദ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം ഗുരു ഗോവിന്ദിന് ശേഷമാണ് ഗുരു ഗ്രന്ഥ സാഹിബ് എന്തായിട്ടുണ്ടായിരുന്നത്? ഗുരുവായിട്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീട് ഇവര് വർഷിപ്പ് ചെയ്യുന്നത് ഈ ഗുരു ഗ്രന്ഥ സാഹിബിനെയാണ്. അതുപോലെ തന്നെ ഗുരുനാനക്ക് ഒരുപാട് ഹിംസ്, ഒരുപാട് ശ്ലോകങ്ങൾ എന്താക്കിയിട്ടുണ്ട്? കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഗുരു അർജുനാണ് ഗുരു ഗ്രന്ഥ സാഹിബ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. പിന്നെ ആറാമത്തെ ചോദ്യം നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹാരപ്പയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ബ്രിക്സ്, ബീഡ്സ്, ബോൺസ് എന്ന് പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അവിടുന്ന് ഡിസ്കവർ ചെയ്തിട്ടുള്ള ചില ഡിസ്കവറീസിനെ ബേസ് ചെയ്തിട്ട് അത് മാച്ച് ചെയ്യാൻ, അത് എവിടുന്നൊക്കെയാണ് കണ്ടെത്തിയത് എന്നുള്ളത് മാച്ച് ചെയ്യാനുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം. അതായത് നമുക്ക് എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പോൾ കുറെ കൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. നമുക്ക് എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകാം, എന്തായാലും ഉറപ്പ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ 6 ചോദ്യങ്ങളിൽ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഏതാണ്? അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം അല്ലെ. 3-4 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ കുറെ കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായി? നമുക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. അല്ല, കൂടുതലായിട്ട് ഒരു പ്രപ്പോർഷൻ നോക്കുമ്പോൾ ഒരു വലിയൊരു നമ്പർ ഓഫ് ചോദ്യങ്ങൾ നമുക്ക് എന്തിന്ന് വരാൻ സാധ്യതയുണ്ട്? ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ട്. അതായത് ഒന്നുകിൽ ഈ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ള അത് നമ്മളോട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കിയത് രണ്ടും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് പിക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതും മറ്റൊരു പാറ്റേൺ ആണ്, മാച്ച് ദ ഫോളോയിങ്. ഇത് നമുക്ക് എന്തായാലും വരും. ഓക്കെ, അപ്പോൾ ടെറക്കോട്ട മോഡൽ ഓഫ് പ്ലഫ്ഡ് ഫീൽഡ്, കനാല്, വാട്ടർ റിസർവോയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള
ചോദ്യമാണ്. കണ്ണടച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു സംശയം ഇതിലില്ല. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കിയാലോ? പറയൂ, ഏതാണ് വാട്ടർ റിസർവോയർ എവിടുന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? വാട്ടർ റിസർവോ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ വാട്ടർ റിസർവോയർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന പ്രദേശം ധോലാവീരയാണ്. പിന്നെ പ്ലഫ്ഡ് ഫീൽഡ് എവിടുന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഉഴുതുമറിച്ച നിലത്തിന്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാളിബംഗൻ. പിന്നെ ഇത് നമുക്ക് കനാലുകൾ എവിടുന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? കനാലുകളുടെ എവിഡൻസ് നമുക്ക് എവിടുന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ചോളിസ്ഥാൻ ഓർ ഷോർട്ടുഗായ്. എവിടെയാണ് കനാലുകളുടെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷോർട്ടുഗായ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. പിന്നെ കളിമൺ രൂപത്തിലുള്ള കലപ്പ നമുക്ക് എവിടുന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അത് ചോളിസ്ഥാനിൽ നിന്നാണ് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നത് A4 വരുന്നത്, B1 വരുന്നത് A4, B1, C2 വരുന്നത്, D3 വരുന്നത്. ഓപ്ഷൻ ഏതാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബൈഹാർട്ട് പഠിക്കണം ഓരോന്നും കണ്ടെത്തിയ സ്ഥലങ്ങൾ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ഈ റൈസ്, അരിയുടെ എവിഡൻസ് നമുക്ക് കിട്ടിയ ഒരു പ്രദേശം എവിടെയാണ്? ഗുജറാത്താണ്. അത് മറക്കരുത്. പിന്നെ ഇതേപോലെ ലാപ്പിസ് ലസൂലി എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള കല്ല്, അത് എവിടുന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? അതിന്റെ ട്രേസസ് അത് എവിടുന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഇതേപോലെ ഷോർട്ടുഗായ് അഫ്ഗാനിസ്ഥാനിൽ തന്നെയാണ് അത് ആളുകൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, അഗെയിൻ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഇതാ വരുന്നു. നമ്മളെ 7ാമത്തെ ചാപ്റ്റർ, ഹൂ among the following founded the വിജയനഗര എംപയർ? നമ്മളത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ മറ്റേ ട്രാവലേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു. കൃഷ്ണദേവരായ, ഹരിഹര ബുക്ക, രാജരായ, രാജേന്ദ്ര. ഇതില് 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. 4ാമത്തെ ഓപ്ഷന് വിജയനഗരയുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, രാജേന്ദ്ര എന്ന് പറയുന്ന ഏതാണ്? ചോള ഡൈനാസ്റ്റിയിലുള്ള ആളാണ്. വിജയനഗരവുമായിട്ട് ഒരു കണക്ഷനും അദ്ദേഹത്തിനില്ല. പിന്നെ കൃഷ്ണദേവരായ ഉണ്ട്, വിജയനഗര എംപയറിന്റെ പ്രധാനപ്പെട്ട റൂളറാണ്. പക്ഷെ അദ്ദേഹം അല്ല എന്താക്കിയിട്ടുണ്ടായിരുന്നത്? വിജയനഗര എംപയർ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആരാണ് വിജയനഗര എംപയർ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു 1336 ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? 2 സഹോദരന്മാരാണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഗമ ഡൈനാസ്റ്റിയിൽ പെടുന്ന 2 സഹോദരന്മാർ, ഹരിഹരനും ബുക്കനും. ഓക്കെ, പിന്നെ രാജരായ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് വിജയനഗര എംപയറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇപ്പോ ദേവരായ എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ട്, പക്ഷെ രാജരായ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവരായ ഉണ്ട്, ദേവരായ സെക്കൻഡ് ഉണ്ട്, ബുക്ക 1 സെക്കൻഡ് ഉണ്ട്, പിന്നെ കൃഷ്ണദേവരായ ഉണ്ട്, നരസിംഹ ഉണ്ട്. പിന്നെ ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണ്? പിന്നെ അയാളുടെ 2 ആൾക്കാരുണ്ട്, പിന്നെ പേര് കിട്ടുന്നില്ല. രാമരായ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ കൃഷ്ണദേവരായക്ക് ശേഷം വന്ന വേറെ ഒരാളുടെ പേര് കിട്ടുന്നില്ല. അയാളുടെ ഞാൻ ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോ ഇത് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? ഹരിഹരനും ബുക്കനുമാണ്. 1336 അവരുടെ ക്യാപിറ്റൽ ആദ്യം ആനേഗൊണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. പിന്നീട് അവർ വിജയനഗര എന്ന് പറയുന്ന പ്രദേശത്തോട് അത് ഷിഫ്റ്റ് ചെയ്ത് വിജയനഗര ഒരു മെയിൻ ക്യാപിറ്റൽ ആയിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായത്. ഇനീഷ്യൽ ടൈമിൽ അവരുടെ ഒരു മെയിൻ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് ആനേഗൊണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഈ വിജയനഗര തൊട്ടടുത്ത് തന്നെയാണ് ഈ ആനഗൊണ്ടി എന്ന് പറയുന്ന പ്രദേശം കേട്ടോ. ഇനി അഗെയിൻ ഹരപ്പയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പോ ഷെല്ല്, ലാപ്പിസ് ലസൂലി, കർണീലിയൻ, സ്റ്റെറ്റൈറ്റ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? വേഗം പറയൂ. ഷെല്ല്, ലാപ്പിസ് ലസൂലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ലാപ്പിസ് ലസൂലി എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഷോർട്ടുഗായിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്ക്, അപ്പൊ ഓപ്ഷൻ B1 വരുന്നത് എവിടെയാ നോക്ക്. ഓപ്ഷൻ B1 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ 2 ആണ്. അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമുക്കിപ്പോ ഒരു ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഉത്തരങ്ങൾ വരുന്നത് നോക്കുക, എന്നിട്ട് നമ്മൾ അവിടെ നമ്മളുടെ തലച്ചോറ് കുറച്ചൊന്ന് പ്രവർത്തിപ്പിക്കുക. അപ്പൊ നമുക്ക് ബാക്കി ഉത്തരങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയ നോക്കുക, ആ ആൻസർ വരുന്നത് അതിലുണ്ടോ നോക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ഷെല്ല് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് നാഗേശ്വറിൽ നിന്നാണ്. കാരണം നാഗേശ്വർ മെയിൻ എന്താണ് ഒരു ക്രാഫ്റ്റ് സെന്റർ ആണ്. ഏത്? നാഗേശ്വർ എന്ന് പറയുന്നത്
പിന്നെ ലാപ്പിസ് ലസോളി നമ്മൾ പറഞ്ഞു ഷോർട്ട് ആണ്. പിന്നെ കർണീലിയൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കർണീലിയൻ എന്ന് പറയുന്നത് ഇതേപോലെ മാല, മുത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കർണീലിയൻ എന്ന് പറയുന്നത്. അപ്പൊ കർണീലിയൻ ബീഡുകൾ എന്ന് പറയും. കർണീലിയൻ ബീഡുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നാണ്? ലോത്തലിൽ നിന്നാണ് കർണീലിയൻ ബീഡുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, ഗുജറാത്തിൽ നിന്ന്. ഗുജറാത്തും എന്താണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ സെന്റർ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ സ്റ്റെറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെണ്ണക്കല്ല് എന്ന് നമ്മൾ പറയൂലേ, ഈ സ്റ്റെറ്റൈറ്റ്, ഈ വെണ്ണക്കല്ല് ഉപയോഗിച്ചിട്ടാണ് ഹാരപ്പക്കാർ എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? അവിടെ സീലുകൾ അധികം ഉണ്ടാക്കിയിരുന്നത്. നിങ്ങൾ ഹാരപ്പക്കാരുടെ സീലുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ആ മൃഗങ്ങളുടെ ഒക്കെ ചിത്രങ്ങളുള്ള ഹാരപ്പക്കാരുടെ സ്ക്രിപ്റ്റിൽ അടങ്ങിയിട്ടുള്ള അവരുടെ സീലുകൾ, മുദ്രകൾ. അതായത് ഒരു മിനിമം ഒരു 2 സെന്റിമീറ്റർ നീളം, മാക്സിമം പോയി കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ വരെ. ഇതാണ് അതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതായത് 2 സെന്റിമീറ്റർ ആവറേജ് സൈസ് 2ഉം, മാക്സിമം സൈസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും ആയിരുന്നു. അപ്പോ ഈ സീലുകൾ ഒരു പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. അപ്പോൾ സീലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാരപ്പക്കാർ അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന ഈ വെണ്ണക്കല്ല. അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എവിടുന്നാണ്? സൗത്ത് രാജസ്ഥാനിൽ നിന്നാണ് ആർക്കിയോളജിസ്റ്റുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഹാരപ്പ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹാരപ്പയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം. അതായത് ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ബേസ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ എന്ത് തന്നെയാണ്? ഇതേപോലെ ഓരോ കണ്ടെത്തലുകളെ, കനാലുകളെ കുറിച്ചിട്ട്, വാട്ടർ റിസർവോയറിനെ കുറിച്ചിട്ട്, ഈ മറ്റേ ഇത് കളിമണ്ണ് കൊണ്ടുള്ള കലപ്പ ഉപയോഗിച്ചിട്ടുള്ള മീൻസ് അത് എവിടുന്നാണ്. അപ്പൊ അത്തരത്തില് ഓരോ കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ഓർത്തു വെക്കണം. പിന്നെ അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം ഈ ബ്രിട്ടീഷ് എംപയറുമായിട്ട്, അതായത് നമ്മളുടെ ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ഏതാണ്? കൊളോണിയലിസം എന്ന കൺട്രി സൈഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതില് നിങ്ങളുടെ 10ാമത്തെ യൂണിറ്റാ +2ന്റെ ബുക്കിൽ. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ്ങും ഇതേപോലെ റീകറന്റ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായ? അപ്പോ ഇപ്പൊ നമ്മൾ ഇതുവരെയൊക്കെ ഡിസ്കസ് ചെയ്തതിൽ കുറെ റീകറന്റ് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മാച്ച് ദ ഫോളോയിങ്ങും സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ആണ്. അപ്പോ നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എക്യുപ്പ് ചെയ്യേണ്ടതാണ്, മറക്കരുത്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് നടത്താൻ, പ്രിപ്പറേഷൻസ് നടത്താൻ. ഓക്കെ, ജസ്റ്റ് ഇത് ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്ന് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ, 1 വേർഡിലുള്ള ചോദ്യങ്ങൾ കുറവാണ്. ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോയിങ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അസേഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് കുറെയൊക്കെ നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ മഹൽസ്, പഹരിയാസ്, സന്താൾസ് 1793 താലൂക്കുകൾ. അപ്പോ ഇത് നമുക്കൊന്ന് ചെയ്താലോ? എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാം? അതിലാദ്യം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓപ്ഷൻ സി, 1793. അപ്പൊ 1793 എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് ആ സമയത്ത് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്ന് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിൽ ഏതാണ് എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. 1793 എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ആ ഇയർ അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ സുപ്രധാനമായിട്ടുള്ള എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ എന്താ? ടെറിട്ടോറിയൽ യൂണിറ്റ് എന്ന് പറയുന്നത് അത്ര സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമല്ല. രാജ്മഹൽ എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമല്ല. ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തല്ല സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം. കാരണം ഇതൊന്നും 1793 കണ്ടെത്തപ്പെടൂല. അങ്ങനെ എന്താ പറയുക, നമുക്ക് അത് പോസിബിൾ അല്ല. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ളതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? പെർമനന്റ് സെറ്റിൽമെന്റ്. കാരണം പെർമനന്റ് സെറ്റിൽമെന്റ് സ്ഥാപിതമായിട്ടുണ്ടായിരുന്ന വർഷമാണ് 1793. അത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? കോൺവാലിസ് എന്ന് പറയുന്ന വോയിസ്രോയി ആണ്. നിങ്ങൾക്ക് അതറിയാലോ, ലോർഡ് കോൺവാലിസ്. അദ്ദേഹമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളെ എവിടെയാണ്? ബംഗാള്, ബീഹാർ, ഒഡീഷ തുടങ്ങിയ പ്രദേശങ്ങളിൽ. പിന്നെ റൈറ്റ് ടു വാരി എവിടെയാണ് കൊണ്ടുവന്നത്? റൈറ്റ് ടു വാരി മദ്രാസിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മഹൽവാരി എവിടെയാണ്? പഞ്ചാബ്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 സെറ്റിൽമെന്റുകളും നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ പറയുന്ന ഇത് പഹരിയാസ് ആൻഡ് സാന്താൾസ് എന്ന് പറയുന്ന ട്രൈബൽസ് അവർ എവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ആ പേര് നോക്കുക, പഹരിയാസ് ആൻഡ് സാന്താൾസ്. അത് പേരുകളാണ്, ട്രൈബിന്റെ പേരാ. അപ്പൊ അവര് താമസിച്ച ഇടമാണ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഏതാണ് അവർ താമസിച്ച ഇടം? രാജ്മഹൽ എന്ന് പറയുന്ന മലപ്രദേശത്താണ് പഹരിയാസും സാന്താൾസും താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ രാജ്മഹൽ ഹില്ല്
ആദ്യം അവിടെ താമസിക്കുന്ന ആരാണ്? പഹരിയാസ് ആണ്. അതിനുശേഷമാണ് ആര് വരുന്നത്? സാന്താൾസ് വരുന്നത്. സാന്താൾസിനെ ആരാണ് കൊണ്ടുവരുന്നത്? ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവരുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്തിൽ പറയുന്നുണ്ട്? ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതില് ഈ മഹൽ എന്ന് പറയുന്നത് എന്താണ്? മഹൽ എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റേറ്റ് ആണ്, അല്ലെ? മഹൽ എന്ന് പറയുന്നത് എസ്റ്റേറ്റ് ആണ്. താലൂക്ക് എന്ന് പറയുന്നത് എന്തുവാണ്? ടെറിട്ടോറിയൽ യൂണിറ്റും ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. താലൂക്ക്, ടെറിട്ടോറിയൽ യൂണിയൻ, മഹൽ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ്, 1793 പെർമനന്റ് സെറ്റിൽമെന്റ്, പിന്നെ രാജ്മഹൽ ഹില്ലില് പഹരിയാക്കളും സാന്താൾമാരും. ഓക്കെ, മറക്കരുത്, ഓർത്തു വെക്കണേ ഈ കാര്യങ്ങൾ. അഗൈൻ മറ്റെന്താ, അഗൈൻ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വന്നു. നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്താനാണ് ചോദ്യം, ഇൻകറക്റ്റ് അല്ല. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ചോദ്യം നന്നായിട്ട് നോക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ചോദ്യവും നന്നായിട്ട് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തും നോക്കണം, ആ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കേണ്ടതുണ്ട്. കാരണം ജസ്റ്റ് നിങ്ങളുടെ ഒരു ഒറ്റ അശ്രദ്ധ കൊണ്ട് നമുക്ക് ആ എൻറ്റയർ ചോദ്യം നമുക്ക് നഷ്ടപ്പെടും. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കുക. ഒരു വട്ടം വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല, രണ്ടാമതും വായിക്കണം നിങ്ങൾ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം അതാ പറയുക, ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ട് ബാക്കിയുള്ള ആ മൊത്തം നമുക്ക് മാർക്ക് മൊത്തം പോകും, മൊത്തം ലോസ് ആവും. അപ്പൊ അതുകൊണ്ട് സമയം എടുത്താലും വേണ്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് വായിക്കണം. ഒരു വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ സമയം കുറച്ചിട്ട് അവിടെ മാക്സിമം കുറച്ച് സമയം ഉപയോഗിക്കുക. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക്, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് നല്ല പോലെ നിങ്ങൾ സമയം എടുക്കണം. കാരണം ഒരൊറ്റ ഒന്ന് പോയി കഴിഞ്ഞാൽ ആ മാർക്ക് മൊത്തം പോകും. ഒറ്റ മിസ്റ്റേക്ക് മതി. നമ്മൾ വായിക്കുന്നോടത്ത് നമ്മൾ വരുത്തുന്ന ഒരൊറ്റ മിസ്റ്റേക്ക് മതി, നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടും. ആ ഒരൊറ്റ മാർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് വ്യത്യാസത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായി? നല്ല കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ നല്ല രീതിക്ക് എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ മണി ലെൻഡേഴ്സ് were called ടിപ്പൂസ്. Zamindars hired the Sandals to reclaim land. Sandals were merchants. Land of the Sandals were demarcated as Damini Koh. Sandals charged heavily land revenue from the Kus and money lenders. ഇതിൽ ഒരുപാട് തെറ്റുത്തരങ്ങളുണ്ട്. ഈസി ആയിട്ട് ഇപ്പൊ ഇതിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഇതുവരെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പഹരിയാസ്, സാന്താൾസ് അവര് ട്രൈബൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാന്താൾസ് വേർ മെർച്ചന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഓപ്ഷൻ എന്താണ്? തെറ്റാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. അത് തെറ്റാണ്, റോങ്ങാ, അത് ഒരു സംശയമില്ല. അതെന്താണ്? തെറ്റുത്തരാണ്. സാന്താൾസ് എന്ന് പറയുന്നത് ട്രൈബൽസ് ആണ്, മെർച്ചന്റ്സ് അല്ല. ഓക്കെ, അപ്പൊ ആ ഓപ്ഷൻ സി വരുന്നത് നമുക്ക് എന്താക്കാൻ പറ്റും? ഈസി ആയിട്ട് ഇതിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി വരുന്നത്, ഇതിൽ ഒട്ടുമിക്കത് ഓപ്ഷൻ എന്ത് വരുന്നുണ്ട്? സി വരുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ സി വരുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. രണ്ടാമത്തേൽ സി വരുന്നുണ്ട്, അതും ഡിലീറ്റ് ചെയ്യാം. നാലാമത്തേലും സി വരുന്നുണ്ട്, നമുക്ക് അതും ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ, ബി ആൻഡ് ഡി. അതായത് മണി ലെൻഡേഴ്സ്, കർഷകർക്ക് പണം കടം കൊടുത്തിട്ടുണ്ടായിരുന്ന ആളുകളാണ് ദീക്കൂസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ സംശയങ്ങളൊന്നുമില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. ദീക്കൂസ് എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദീക്കൂസ് ഓർത്തിരിക്കുക. പിന്നെ ഓപ്ഷൻ ബി, ജമീന്ദാർസ് ഹയർഡ് സാന്താൾ ടു റീക്ലെയിം ലാൻഡ്, അതും എന്താണ്? കറക്റ്റ് ആണ്. ജമീന്ദാർമാര് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പഹരിയാക്കളെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാന്താൾസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്, ശരി ഉത്തരമാണത്. പിന്നെ ഇത് മെർച്ചൻസ്, സാന്താൾസ് മെർച്ചൻസ് ആണെന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. പിന്നെ ലാൻഡ് ഓഫ് സാന്താൾസ് were called as demarcated as ദിമാനെ കോ, അത് കറക്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോ നമുക്ക് അടുത്ത എക്സാമിന് ദിവാനെ കോഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോ ദിമാനെ കോഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് ആണ്, ഭൂമിയാണ്. സാന്താൾസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഭൂമിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദമാനെ കോഹ് അല്ലെങ്കിൽ ലാൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓർത്തിരിക്കുക, ദമാനെ കോഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് ആണ്, മറക്കരുത്. ലാൻഡ് ആർക്ക് കൊടുത്ത ലാൻഡ്? സാന്താൾസിന് കൊടുത്ത ലാൻഡ്, മറക്കരുത്. പിന്നെ ഈ അഞ്ചാമത്തെ ഓപ്ഷൻ വായിക്കും, സാന്താൾസ് ചാർജ്ഡ് ഹെവി ലാൻഡ് റവന്യൂ. ആ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അത് തെറ്റാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സാന്താൾസിന്റെ റബല്യനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സാന്താൾസ് റബല്യം ചെയ്ത് ആർക്കെതിരെയാ? മണി ലെൻഡേഴ്സിനെതിരെയാ.
അവരുടെ ചൂഷണങ്ങൾക്കെതിരെ. കാരണം മണി ലെൻഡേഴ്സ് സാന്താൾസിന് കൃഷി ചെയ്യാൻ വേണ്ടി പണം ലോൺ കൊടുത്തു, തിരിച്ചടക്കാൻ പറ്റാതെയായി, ഇൻട്രസ്റ്റ് കൂടി, ആർക്ക് ഭൂമി നഷ്ടപ്പെട്ടു? സാന്താൾസിന് ഭൂമി നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് സാന്താൾ റബല്യം നടത്തുന്നത് സിദ്ധുവിന്റെയും കണ്ണൂന്റെയും നേതൃത്വത്തിൽ. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. ആ ഓപ്ഷൻ വായിക്കും, ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇതൊന്ന് ആൻസർ ചെയ്യണമെന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. സാന്താൾസ് ആരാണ് എന്നും സാന്താൾ റബല്യനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സാന്താൾ ചാർജ്ഡ് ഹെവി ലാൻഡ് റവന്യൂ ഫ്രം ദീക്കൂസ് ആൻഡ് മണി ലെൻഡേഴ്സ്. ദീക്കൂസ് മണി ലെൻഡേഴ്സ് തെറ്റാണ്. മനസ്സിലായി? കാരണം സാന്താൾസ് എന്ന് പറയുന്നത് എന്താ? കർഷകരാ. അവരെങ്ങനെയാ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അവര് ടാക്സ് വാങ്ങുക? അത് തെറ്റാ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണേ, മറക്കരുതേ. ഇനി അഗെയിൻ സെയിം ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം. 11ാമത്തെ ചോദ്യം. ഈ ചോദ്യവും വന്നിട്ടുള്ളത് ഏതെന്നാണ്? ഇപ്പൊ നമ്മൾ നേരത്തെ ചോദ്യം ഇതേപോലെ കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡിൽ നിന്നുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഓർക്കുക, ഇപ്പൊ നമ്മൾ ഇതുവരേക്കും ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏരിയ നമ്പർ 1 ഭക്തി സൂഫി ട്രഡീഷൻ, നമ്പർ 2 ഹാരപ്പ, നമ്പർ 3 ഇപ്പൊ കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇവിടുത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രൂ എന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണുള്ള ചോദ്യം. ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്? ജമീന്ദാർമാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? മിൽക്കിയത്ത് ലാൻഡ് were cultivated for the general use of the people. Zamindars could sell bequeath or mortgage the Milkiyat land. Zamindar collected revenue on behalf of themselves. Most Zamindars had fortress as well as armed contingents. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഞാൻ പറയൂ ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. മിൽക്കിയത്ത് ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ജനറൽ യൂസ്, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള, കർഷകർ ജനറൽ യൂസിന് ഉപയോഗിച്ച ഭൂമിയാണോ? അല്ല. ഇതിൽ പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ജമീന്ദാർസ് കുഡ് സെൽ മോർട്ടേജ് ദെയർ ലാൻഡ്, ഓക്കെയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും എന്താണ്? കറക്റ്റ് ആണ്. അതിലൊരു സംശയമില്ല. കാരണം ജമീന്ദാർമാരുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണിത്. അവരുടെ ഭൂമി അവർക്ക് വിൽക്കാം, അതുപോലെ തന്നെ അവർക്ക് കോട്ടയം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്? ആർമി ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരാണ്. അപ്പോൾ ഡി വരുന്നത് നമ്മൾ നോക്കുക. ഡി വരുന്നത് 3 ഓപ്ഷൻസിൽ ഇതിൽ ഡി വരുന്നുണ്ട്. 1, 2 ആൻഡ് 4 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ഇതിൽ എ എന്താണ്? തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എയും നമുക്ക് എന്താക്കാൻ പറ്റും? ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിമൈൻ ചെയ്യുന്ന 2 2 ആൻഡ് 4. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? 4 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് മൊത്തം തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്? ബി കറക്റ്റ് ആണ്. ബി എന്താണ്? ജമീന്ദാർസിന് അവർക്ക് ഭൂമി കൊടുക്കാം, അവർക്ക് അവരുടെ ഭൂമി സെൽ ചെയ്യാം. മിൽക്കിയത്ത് എന്ന് പറയുന്നത് ജമീന്ദാർമാർക്ക് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഭൂമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിൽക്കിയത്ത് എന്ന് വിളിക്കുക. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള കർഷകര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന ഭൂമിയല്ല മിൽക്കിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർക്കുക. പിന്നെ ഏതാണ്? ഡി എന്താണ്? ഡിയും എന്താണ്? കറക്റ്റ് ആണ്. അവർക്ക് എന്തുണ്ട്? ജമീന്ദാർസിന് കോട്ടകളും അതുപോലെ തന്നെ ആംഡ് കണ്ടിജൻസ് ഉണ്ട്. ഇതിൽ ഓപ്ഷൻ ഇ ഉണ്ട്, പക്ഷെ ഓപ്ഷൻ ഇ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ അത് മിസ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് നിങ്ങൾ ഓർക്കുക. പിന്നെ ഈ ഇത് എന്ത്? ജമീന്ദാർസ് കളക്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? അത് തെറ്റാണ്. കാരണം ജമീന്ദാർ ചോദ്യം നിങ്ങൾ നോക്കുക. അതാ ഞാൻ പറഞ്ഞ, ജസ്റ്റ് ഒരു ചോദ്യം നന്നായിട്ട് വായിക്കുക വഴി നിങ്ങൾക്ക് ഉത്തരം കഴിയും. ജമീന്ദാർസ് കളക്ടഡ് ലാൻഡ് റവന്യൂ ഓൺ ബിഹാഫ് ഓഫ് ദംസെൽസ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഓൺ ബിഹാഫ് ഓഫ് ദംസെൽസ് എന്നാ. അവർക്ക് വേണ്ടിയിട്ട് അവർ ടാക്സ്. ഓക്കെ, ജമീന്ദാർസ് കളക്ടഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ ശരിയാ, അത് തെറ്റില്ല. കാരണം കർഷകരെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത വിഭാഗമാണ് ആര്? ജമീന്ദാർമാര്. പക്ഷെ ഓൺ ബിഹാഫ് ഓഫ് ദംസെൽസ്, അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ടാക്സ് കളക്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഓൺ ദംസെൽസ് എന്നുള്ളതാണ്
ഓൺ ബിഹാഫ് ഓഫ് ദംസെൽഫ് എന്നുള്ള വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അവിടുത്തെ പ്രശ്നക്കാരൻ. മനസ്സിലായി? അതാണ് നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് ഞാൻ പറയാം, ഓരോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഓരോ വേർഡ്സും നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായി? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 തവണ 3 തവണ വായിക്കണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുക, മറക്കരുത്. നമ്മളത് ഓൾറെഡി പറഞ്ഞു. പിന്നെ 12ാമത്തെ ചോദ്യം ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമ്മളെ ചാപ്റ്ററിന്റെ 3ാമത്തെ ചാപ്റ്റർ, അതായത് കിൻഷിപ്പ് കാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളെ ഈ മഹാഭാരതയെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൗരവാസ് ആൻഡ് പാണ്ഡവാസ് ബിലോങ് ടു വിച്ച് റൂളിംഗ് ഫാമിലി? ഒരു സംശയവുമില്ല, കണ്ണടച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നീ ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ടി, മഹാഭാരത കഥ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ആ കഥ കേട്ടിട്ടുള്ള ആൾക്കാര് കൗരവരും പാണ്ഡവരും ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കൗരവരും പാണ്ഡവരും ഏത് റൂളിംഗ് ഫാമിലിയിൽ പെട്ടവരാണ് എന്നാണ് ഈ ഒരു ചോദ്യം. കൗരവരും പാണ്ഡവരും, ഈ രണ്ടുപേരെ കുറിച്ച് ഇവർ രണ്ടുപേരും ആരാണ്? ഇവർ രണ്ടുപേരും കസിൻസാ. മനസ്സിലായി? ഈ രണ്ടുപേരും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങളാണ് നമ്മൾ മഹാഭാരതത്തിൽ പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധം അല്ലെ? അപ്പൊ ഇവർ ഏത് റൂളിംഗ് ഫാമിലിയിൽ പെടുന്നതാണ്? കുരു എന്ന് പറയുന്ന വംശത്തിൽ പെടുന്നവരാണ് ആര്? കൗരവരും പാണ്ഡവരും, മറക്കരുത്. പിന്നെ ഇതിൽ പറയുന്ന ഈ പഞ്ചല്, അതുപോലെ തന്നെ മഗധ, ഇതൊക്കെ ജനപദങ്ങളാണ്. വത്സ, ഇതൊക്കെ എന്താണ്? ജനപദങ്ങളാണ്. മനസ്സിലായി? ഇത് രണ്ടും, വത്സയും മഗധയും 16 മഹാജനപദങ്ങളിലെ ഫേമസ് ആയിട്ടുള്ള മഹാജനപദങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണേ. മഹാജനപദാസ് MJ ആണ്, മഹാജനപദാസ് ആണ് ഇത്. മഗധയും വത്സയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 16 മഹാജനപദങ്ങൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഇത് രണ്ടെണ്ണം. അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ. അപ്പൊ അവര് കുരു റൂളിംഗ് ഫാമിലിയിലുള്ളവരാണ്. അവര് ആൻഷ്യന്റ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോയൽ ഹൗസ് ഹോൾഡ് ആണ്. അവരെ കുറിച്ച്, അവരുടെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും, അവരുടെ ഇടയിലെ കലഹങ്ങളാണ് എപ്പിക് മഹാഭാരതയിൽ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ദെൻ 13ാമത്തെ ചോദ്യം, എഗെയിൻ വീണ്ടും കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം. നോക്ക്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന പോർഷൻസ് നോക്ക് നിങ്ങൾ. കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡ് ചോദ്യം എങ്ങനെയാണ്? വിച്ച് റിപ്പോർട്ട് പ്രൊഡ്യൂസ്ഡ് ജമീന്ദാർസ് ആൻഡ് റയറ്റ്സ് പെറ്റീഷൻസ് ആസ് അപ്പൻഡിക്സ് ഫോർ കൺസിഡറേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെന്റ്? ബ്രിട്ടീഷ് പാർലമെന്റിന് മുമ്പാകെ ഒരു പെറ്റീഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൻഡിക്സ്, അതായത് ഒരു നിവേദനം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ നിവേദനത്തില് ജമീന്ദാർമാരുടെയും റയറ്റുകളുടെയും, അതായത് റയറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? റയറ്റുകൾ എന്ന് പറഞ്ഞാൽ, റയറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. റയറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? റയറ്റ് എന്ന് പറഞ്ഞാൽ പെസൻസ് ആണ്. അത് ഓർത്തിരിക്കണേ. കർഷകരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെസൻസ്, റയറ്റ് എന്ന് വിളിക്കാം. മുഗൾ സമയം മുതൽക്ക് തന്നെ കർഷകർ റയറ്റ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോ ജമീന്ദാർമാരുടെയും റയറ്റുകളുടെയും കർഷകരുടെയും പെറ്റീഷനും നിവേദനങ്ങള് ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് റിപ്പോർട്ട്, 7th റിപ്പോർട്ട്, 6th റിപ്പോർട്ട്, 5th റിപ്പോർട്ട്. ഇതിൽ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ പറയുന്നത്, ആ കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡിൽ പറയുന്നത്. അത് ഏതാണ്? വേം പറയൂ, ഏതാണ്? വേം പറയൂ. ഓപ്ഷൻ 4 ആണ്. 5th റിപ്പോർട്ടാണ് ഈ കർഷകരുടെയും ജമീന്ദാർമാരുടെയും പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. 5th റിപ്പോർട്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. 5th റിപ്പോർട്ട് കേട്ടോ. ഇവരുടെ പെറ്റീഷനുകൾ, 5th റിപ്പോർട്ട് ജമീന്ദാർമാരുടെ റയറ്റുകളുടെയും പെറ്റീഷനുകളാണ് 5th റിപ്പോർട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മറക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പോ 5th റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഏത് വർഷത്തിലാണ്? 1812 അത് പബ്ലിഷ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് പേജുകൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ബുക്ക് പോലത്തെ ഒരു കമ്പൈൽഡ് ഫോർമാറ്റിലുള്ള ഒരു സംഭവമാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് പേജുകളിലും പറയുന്നത് ഇവരുടെ കാര്യങ്ങളെ, ഇവരുടെ പ്രശ്നങ്ങൾ, ജമീന്ദാർമാരും കർഷകരും അനുഭവിക്കേണ്ടി വരുന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അത് എന്നിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മുന്നാകെ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറക്കരുത്. ഓക്കെ. പിന്നെ 14th ചോദ്യം 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ 11ാമത്തെ ചാപ്റ്റർ, റെബൽസ് ആൻഡ് ദ രാജ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. കംപ്ലീറ്റ്ലി 1857 റിവോൾട്ടിനെ കുറിച്ചിട്ടാണ് ആ ചാപ്റ്റർ പറയുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് 14ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: ദ റിബൽ ലീഡേഴ്സ് ഇഷ്യൂഡ് പ്രൊക്ലമേഷൻ ആൻഡ് ഫ്യൂ ഡാഷ് ടു പ്രൊപ്പഗേറ്റ് ദെയർ ഐഡിയാസ് ഡ്യൂറിംഗ് ദ 1857 റിവോൾട്ട്. അപ്പൊ താഴെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് അവരുടെ പ്രൊക്ലമേഷൻ, അവരുടെ ഈ നോട്ടിഫിക്കേഷൻ, അവരുടെ ഡിക്ലറേഷൻ എന്നും
അറിയപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. കാട്രിഡ്ജ്, ഇഷ്താർ, സിപ്പോയി, താലൂക്ക്ദാർ. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. കാരണം എന്താ, ഇതിന് നിങ്ങളിപ്പോ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല, ഈ സംഭവം എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. ഓപ്ഷൻസ് നോക്കിയാൽ മാത്രം മതി. കാട്രിഡ്ജ് അല്ല, കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സിപ്പോയിമാര് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സിപ്പോയിമാരും അതിൽ വരൂല. താലൂക്ക്ദാർമാരാണോ? താലൂക്ക്ദാർമാരും അല്ല. താലൂക്ക്ദാർമാർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കർഷകരെ കയ്യിൽ നിന്ന് ടാക്സ് ഒക്കെ പിരിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ താലൂക്ക്ദാർ എന്ന് വിളിക്കുക. അപ്പൊ ആ ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാം. ഈസിലി നമുക്ക് എന്താക്കാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് അതേ പറയാം, കുറെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോ ഇവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ, അവരുടെ ഡിക്ലറേഷൻ ആണ് ഇഷ്താർസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ആളുകളോട് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ആഹ്വാനം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഇഷ്താർസ് എന്ന് വിളിക്കുന്നത്. അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പോർഷനിൽ പറയുന്നുണ്ട്, ആ ചാപ്റ്ററിൽ ഇഷ്താറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇഷ്താർസ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഇഷ്താർസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നോട്ടിഫിക്കേഷൻ, ഡിക്ലറേഷൻ, പ്രൊക്ലമേഷൻ, നിവേദനം, പരസ്യം എന്നൊക്കെ രീതിയിൽ അറിയപ്പെടുന്നതാണ്. ഡോക്യുമെന്റ് എന്നൊക്കെയുള്ള പേരിലാണ് ഇഷ്താർസ് അറിയപ്പെടുന്നത്. അത് ഓർത്തിരിക്കുക. അതാണ് ഞാൻ പറയുന്നത്, ഇഷ്താർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ടീസ് എന്നാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇഷ്താർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ടീസ് ആണ്, നോട്ടീസുകളാണ്. ഇവർ കൊടുത്തിട്ടുണ്ടായ നോട്ടീസുകൾ, ഡിക്ലറേഷന്, നോട്ടിഫിക്കേഷൻസ്, ഇതാണ് ഇഷ്താർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ഐഡിയാസ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ, ആളുകളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഇഷ്താറുകള് ഈ റിബൽസ്, സിപ്പോയിമോർ അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് പബ്ലിക് പ്ലേസിൽ അവർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുത്തും വായന അറിയാത്ത ആളുകൾക്ക് അത് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിതരണം ചെയ്യുകയും ഇവർ ചെയ്തിട്ടുണ്ട്. ഓർത്തിരിക്കണേ ഇഷ്താറുകളെ കുറിച്ചിട്ട്. അഗെയിൻ നോക്ക്, 15ാമത്തെ ചോദ്യവും ഇതേപോലെ 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അടുത്തൊരു ചാപ്റ്ററും കിട്ടി. ഇപ്പൊ നമ്മൾ ഇതുവരെയൊക്കെ ഡിസ്കസ് ചെയ്തതിൽ ഹരപ്പ, ഭക്തി, കൊളോണിയലിസം, കൺട്രി സൈഡ്, 1857 റിവോൾട്ട്. 15 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ പോർഷൻ ആണ്. 1850 ചോദ്യം ഇങ്ങനെയാണ്, ഇൻ 1857 റിവോൾട്ട്, ഇൻ 1857 the life has gone out of the body was said in reference to which state? ഏത് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? ലൈഫ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ദ ബോഡി, ശരീരത്തിൽ നിന്ന് ജീവൻ പോയ പോലെ, അതായത് നിർജീവമായ പോലെ, ശരീരം നിർജീവമായ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്, ഏത് പ്രദേശത്തെ കുറിച്ചിട്ടാണ് എന്നാണ് ചോദ്യം. ഝാൻസി, അവധ്, കാൺപൂർ, ഡൽഹി. ഈ 4 ഓപ്ഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 4 ഓപ്ഷൻസും 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 1857 റിവോൾട്ടിനുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ പറ്റും. കാരണം ആ 1857 റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ബ്രിട്ടീഷുകാർ, ഈ ഒരു സ്റ്റേറ്റ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ്. അപ്പോ ഝാൻസി ആണോ, അവധാണോ, കാൺപൂർ ആണോ, ഡൽഹി ആണോ, ഏതാണ്? പറയൂ. ഏതിനെയാണ് ലൈഫ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ദ ബോഡി എന്ന് ബ്രിട്ടീഷ് അല്ല എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏതിനെയാണ്? ഇത് 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു റീജിയൻ ആണത്, അവധാണ്. മനസ്സിലായോ? അവധിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ കഴിഞ്ഞ വട്ടം ഇതേപോലെ 2022 23 അവധുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതായത് ഒരു ബ്രിട്ടീഷുകാരൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചോദ്യം ഇങ്ങനെയാണ്, ഏത് സ്റ്റേറ്റിനെയാണ് ബ്രിട്ടീഷുകാരെ ചെറിയുമായിട്ട് ഉപമിച്ചത്, ചെറി പറക്കുന്ന പോലെ എന്ന് ഉപമിച്ചത് ഏത് സ്റ്റേറ്റിനാണ് എന്ന് ഉള്ള ഒരു ചോദ്യം ഇതേപോലെ വന്നു. അങ്ങനല്ല, അവധിന് കീഴടക്കിയത് ഏത് റൂട്ട് പറിച്ചെടുക്കുന്ന പോലെയാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതാണ്? അവധിന് എന്താണ് ചെറി എന്നും വിളിച്ചത്. അതായത് ഈ ചെറി പ്ലക്ക് ചെയ്യുന്ന പോലെയാണ് ഡൽഹൌസി എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ചെറി, അതായത് നമ്മളെ വാജിദ് അലി ഷാ എന്ന് പറയുന്ന അവധിലെ നവാബിന്റെ കയ്യിൽ നിന്ന്
മാൽ അഡ്മിനിസ്ട്രേഷൻ, മിസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഓഫ് ലാബ്സ് പറഞ്ഞുകൊണ്ട്, കാരണം ഡോക്ടർ ഓഫ് ലാബ്സിലുള്ള ഒരു കണ്ടീഷനാണ്, ഡോക്ടർ ഓഫ് ലാബ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഡോക്ടർ ഓഫ് ലാബ്സിൽ പറയുന്ന ഒരു കണ്ടീഷനാണ്, ഏതൊരു പ്രദേശമാണോ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് ആ പ്രദേശം പിടിച്ചെടുക്കാനുള്ള പെർമിഷൻ ബ്രിട്ടീഷുകാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാജിദ് അലി ഷാ നല്ല രീതിയിലല്ല ഭരണം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവധ് പിടിച്ചെടുക്കുന്നത്. ഡൽഹൌസി ഓർത്തിരിക്കുക, ആ ഡൽഹൌസി അത് പിടിച്ചെടുക്കുന്നത് 1856 ഇതാണ് എന്ത് ഒരു പ്രധാനപ്പെട്ട കാരണം. സിപ്പോയി മ്യൂട്ടിനി 1857 റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവധിന്റെ പിടിച്ചെടുക്കല. കാരണം ബ്രിട്ടീഷ് ആർമിയിൽ ഉള്ള ഉദ്യോഗസ്ഥർ, സിപ്പോയിമാരിൽ ഏറ്റവും കൂടുതലുള്ളത് അവധിൽ നിന്നുള്ള ആളുകളായിരുന്നു. അവധിൽ നിന്നുള്ള ആളുകളാണ് ബ്രിട്ടീഷ് ആർമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇതാണ് ആ 1857 റിവോൾട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ നോക്ക്, 16ാമത്തെ ചോദ്യവും ഇതേപോലെ ഒരു ഈ 1857 റിവോൾട്ട് നമ്മളുടെ 11ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്ക്, ഇതാ അതിൽ നിന്നുള്ള വേറൊരു ചോദ്യം കൂടെയാണ് വരുന്നത്. 1857 റിവോൾട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബെൽ ഓഫ് ആർംസ് was a store room in which weapons were kept. The army of Awadh supported the British. Firangi is a term of Persian origin applied to the British by the rebels. The 7th Awadh irregular cavalry accepted the new cartridge in early May. Local leaders emerged urging peasants, zamindars and tribals to revolt. ഇതില് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നിങ്ങൾ വായിക്കും, ബെൽ ഓഫ് ആർംസ് വാസ് എ സ്റ്റോർ റൂം ഇൻ വിച്ച് വെപ്പൺസ് വർ കെപ്റ്റ്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. ആംസ് എന്ന് അതിൽ പറയുന്നുണ്ട്, അപ്പുറത്ത് വെപ്പൺസ് എന്നും പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. ബെൽ ഓഫ് ആർംസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോർ റൂം ആണ്. ആയുധങ്ങള് സൂക്ഷിക്കുന്ന ആയുധപ്പുരയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബെൽ ഓഫ് ആർംസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോ എന്താണ്? ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ വരുന്നത് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. രണ്ടാമത്തേൽ എന്തില്ല? ഓപ്ഷൻ എ ഇല്ല. അപ്പൊ അത് രണ്ടും നമ്മൾ ഈസിലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് നമുക്ക് ഓപ്ഷൻ 1 and 3. അത് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു, എന്ത്? അവധിലെ ആളുകൾ, അവധിൽ നിന്നുള്ള സോൾജേഴ്സ്, സിപ്പോയിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ അവര് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഉത്തരം എന്താണ്? തെറ്റാണ്. ആ ഉത്തരം തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി വരുന്നത് എന്താണ്? തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താക്കാം? ഈസി ആയിട്ട് അതും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. കറക്റ്റ് ആൻസർ ഏതാ? എ, സി, ഇ. എ കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, ആൻഡ് ഏതും ഇയും കറക്റ്റ് ആണ്. ബാക്കിയുള്ളത് തെറ്റാണ്. ഓർത്തിരിക്കുക, ഫിറാങ്കി. അടുത്ത എക്സാമിന് നമുക്ക് ചോദ്യം വരും, ഫിറാങ്കി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദ്യം വരാൻ സാധ്യത. ഫിറാങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരെ വിളിക്കാൻ വേണ്ടിയിട്ട് റബൽസ്, സിപ്പോയിമാർ ഉപയോഗിച്ച ഒരു പേർഷ്യൻ വേർഡ് ആണ്. ഫിറാങ്കി ഈസ് എ പേർഷ്യൻ ടേം. അടുത്ത എക്സാമിന് ചിലപ്പോൾ വരും ഫിറാങ്കി വാസ് എ എന്താണ് ഈ അറബിക് ടേം എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ ചോദ്യം വരാം. വിച്ച് വാസ് യൂസ്ഡ് ബൈ ദ റബൽസ് എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പോ അത് ശ്രദ്ധിക്കുക. ഫിറാങ്കി എന്ന് പറയുന്നത് എന്താണ്? ഒരു പേർഷ്യൻ ടേം ആണ്. അറബിക് ടേം ഒന്നുമില്ല, ഹിന്ദി ടേമോ അല്ലെങ്കിൽ ഉറുദു ടേമോ ഒന്നുമല്ല, പേർഷ്യൻ ടേം ആണ്. ഓർത്തിരിക്കുക. 7th Awadh irregular cavalry accepted the new cartridge. എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ എന്താണ്? നോട്ട് അക്സെപ്റ്റഡ് എന്നാണ് കറക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ആ ഉത്തരം എന്താണ്? തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഫിറാങ്കി എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിനർ എന്നാണ് അതിന്റെ മീനിങ്, മറക്കരുത്. ഫിറാങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിനർ എന്നാണ് അതിന്റെ അർത്ഥം. ബെൽ ഓഫ് ആർംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൽ ഓഫ് ആർംസ് എന്ന് പറഞ്ഞാൽ വെപ്പൺസ് റൂം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ലോക്കൽ ലീഡേഴ്സ് എന്താക്കിയിട്ടുണ്ട്? ഇതിനെ ആളുകളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ട്രൈബൽസിന്റെയും ജമീന്ദാർസിനെയും എല്ലാവരെയും അതിന്റെ സമരത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
അവർ ശ്രമം നടത്തിയിട്ടുണ്ട്. സി, അടുത്ത ചോദ്യം ഇതേപോലെ 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. 1857 റിവോൾട്ടിന്റെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് കണ്ണടച്ച് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും, ഒരു സംശയം വേണ്ട. വേറെ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതില് നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായി ഉണ്ട്, കുൻവർ സിംഗ് ഉണ്ട്, ബ്രിഡ്ജ് ഖാദർ ഉണ്ട്. ഇതില് ഒരു ഉത്തരം നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടും. നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങൾ പഠിക്കുന്ന ഒന്നാണ് ഏത്? ഓപ്ഷൻ ബി ഉണ്ടത്. ഓപ്ഷൻ ബി ഏതാണ്? ഓപ്ഷൻ ബി റാണി ലക്ഷ്മിബായി എവിടുത്തെ റൂളർ ആയിരുന്നു? എവിടെയാണ് അവർ റിവോൾട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്? ഝാൻസിയാണ്. ഏതൊരു കുട്ടിക്കും അറിയുന്ന ഒരു കാര്യം. അതിൽ കൂടുതലായിട്ട് നമ്മൾ തല പോയ്ക്കേണ്ട ഒരു കേസ് അവിടെ വരുന്നേ ഇല്ല. അപ്പോ ഇതില് B4 വരുന്നത് ഏതാണെന്ന് നോക്കാം. B4 വരുന്നത് ഏതാണ്? B4 വരുന്ന ഉത്തരം ഓപ്ഷൻ 3യിലാണ് B4 വരുന്നത്. ബാക്കിയുള്ളതിലെല്ലാം എന്താണ്? ബി തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏതാ? ഇതാണ്. ഈ ഒരൊറ്റ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം കിട്ടുന്ന. അപ്പോ നാനാ സാഹിബ് എവിടെയാണ്? നാനാ സാഹിബ് താന്തിയ തോപ്പിയൊക്കെ കാൺപൂരിലാണ്. കാൺപൂരാണ്, മഹാരാഷ്ട്രക്കടുത്തുള്ള കാൺപൂരാണ് അവരുടെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ കുൻവർ സിംഗ് ഏതാണ്? അറ, ബീഹാറിലെ അറ എന്ന് പറയുന്ന പ്രദേശമാണ്. ബ്രിഡ്ജ് ഖാദർ എവിടെയാണ്? അവധ്. ഈ ബ്രിഡ്ജ് ഖാദർ എന്ന് പറയുന്നത് ഇയാളുടെ വാജിദ് അലി ഷാന്റെ മകനാ. ഹസ്രത്ത് മഹൽ, വാജിദ് അലി ഷാന്റെ വൈഫ് ഹസ്രത്ത് മഹൽ ബ്രിഡ്ജ് ഖാദറിനെയാണ് അവധിന്റെ സുൽത്താനായിട്ട് നവാബാക്കിയിട്ട് പിന്നീട് പ്രഖ്യാപിക്കുന്നത്. അവര് തമ്മിലാണ് പിന്നീട് അവരാണ് യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ എ കാൺപൂര്, ബി ഝാൻസി, സി അറ ബീഹാർ, ഡി 1 ഏതാണ്? അവധ്. അപ്പോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ ഉത്തരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് മൊത്തം ചെയ്യാൻ കഴിയും. ഇതേപോലെ ഓപ്ഷൻസ് നോക്കിയിട്ട് ബാക്കിയുള്ളത് റൂൾ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. മറക്കരുത്, ഓർത്തു വെക്ക ഇത്. അഗൈൻ പിന്നെ കൊളോണിയലിസം എന്ന കൺട്രി സൈഡിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം, പത്താമത്തെ പാഠത്തിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം. 18ാമത്തെ ചോദ്യം, ഹു വാസ് ദ ലീഡർ ഓഫ് ദ സന്താൾ റിവോൾട്ട് ഓഫ് 1855 to 56? ആരാണ് സാന്താൾ റിവോൾട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്? ആരാണ്? ബിർസ മുണ്ട അല്ല, നിങ്ങൾക്കത് അറിയാം. ഗോനു അല്ല, ഷാമാൽ അല്ല, സിദ്ധു ആൻഡ് മാഞ്ചി എന്ന് പറയുന്ന ആളാണ് സാന്താൾ റിവോൾട്ട് നടത്തിയത്. അല്ലെങ്കിൽ സിദ്ധു ആൻഡ് കണ്ണു എന്ന് പറയുന്ന രണ്ടാൾക്കാർ. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ റിവോൾട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഇനി 19ാമത്തെ ചോദ്യം ഇതേപോലെ 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ചോദ്യം എങ്ങനെയാണ്? ഹു ഫോട്ട് ഇൻ ദ ഫേമസ് ബാറ്റിൽ ഓഫ് ചിൻഹട്ട് ഇൻ വിച്ച് ദ ബ്രിട്ടീഷ് ഫോഴ്സസ് അണ്ടർ ഹെൻറി ലോറൻസ് വർ ഡിഫീറ്റഡ്? ഹെൻറി ലോറൻസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ആർമിയെ ബാറ്റിൽ ഓഫ് ചിൻഹട്ടിൽ വെച്ചിട്ട് പരാജയപ്പെടുത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. കുൻവർ സിംഗ് എന്തായാലും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ബ്രിഡ്ജ് ഖാദറും അല്ല. പിന്നുള്ളത് രണ്ട് ഉത്തരം, ഷാമാലും മൗലവി അബ്ദുള്ള ഷാ ആണ് ബാറ്റിൽ ഓഫ് ചിൻഹട്ട്. ഓർത്തിരിക്കണേ, ബാറ്റിൽ ഓഫ് ചിൻഹട്ട് ഈസ് ഈക്വൽ ടു ആരാണ്? മൗലവി അഹമ്മദ് ഷാ. ഓർത്തിരിക്കുക, ബാറ്റിൽ ഓഫ് ചിൻഹട്ട് മൗലവി അഹമ്മദ് ഷാ. അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ചിൻഹട്ടുമായിട്ട് മറ്റൊരു പേര് കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം, അതാണ് എന്ത്? ഹെൻറി ലോറൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 പേരുകൾ, ബാറ്റിൽ ഓഫ് ചിൻഹട്ട്, ലോറൻസ് ആൻഡ് മൗലവി അബ്ദുള്ള ഷാ. അത് ഓർത്തിരിക്കുക. ബാറ്റിൽ ഓഫ് ചിൻഹട്ട് നടക്കുന്നത് ജൂൺ മാസം 1857 അത് നടന്നിട്ടുണ്ടായിരുന്നത്. ലക്നൌവിൽ വെച്ചിട്ടാണ് ആ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ബാറ്റിൽ ഓഫ് ചിൻഹട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. അത് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ അതില് ബർക്കത്ത് അഹമ്മദ് എന്ന് പറയുന്ന ആളും അബ്ദുള്ള ഷാ എന്ന് പറയുന്ന ആളുകളും യുദ്ധം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ പേരുകൾ ഓർത്തിരിക്കുക. ഓക്കെ, ഹെൻറി ലോറൻസ്, ലക്നൌ, ബർക്കത്ത് അഹമ്മദ്, അബ്ദുള്ള ഷാ എന്ന് പറയുന്ന ഈ 4 പേരുകൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യം എഗെയിൻ 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം തന്നെ നമ്മളൊരു 6-7 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 20 ചോദ്യങ്ങളിൽ 6-7 ചോദ്യവും നമുക്ക് വന്നിട്ടുള്ളത് എവിടുന്ന? 1857 റിവോൾട്ട്. Who was the commissioner of Lucknow when the rebels besieged it during the revolt of 1857? 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് റബൽസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലക്നൌയുടെ കമ്മീഷണർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരാണ്? കോളിൻ ക്യാമ്പൽ, ഹെൻറി ലോറൻസ്, ജെയിംസ് ഔട്ട്രം, ഹെൻറി ഹാവ്ലോക്ക്. ആരാണ്?
ഹെൻറി ലോറൻസ് ആണ് അന്ന് അവിടുത്തെ കമ്മീഷണർ ആയിട്ടുണ്ടായിരുന്നത്. ഇയാളാണ് മറ്റേ ബാറ്റിൽ ഓഫ് ചിൻഹട്ടിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താണ്, ലക്നൌവിന്റെ കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, മറക്കരുത്. അപ്പോ അദ്ദേഹം ഈ റബല്യൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 ആഴ്ചന്റെ ഉള്ളിൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളാണ് ഹെൻറി ലോറൻസ്, മറക്കരുത്. 1887 ലക്നൗ. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വെടികൊണ്ടിട്ട് അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു. ഓക്കെ, ഇനി അഗെയിൻ മറ്റേ നമ്മുടെ കൊളോണിയലിസം എന്ന കൺട്രി സൈഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് 21ാമത്തെ ചോദ്യം. സൺസെറ്റ് ലോ വളരെ ഈസിയാണ്, ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഉത്തരം എഴുതാൻ പറ്റും. സൺസെറ്റ് ലോ ഏതുമായിട്ട് ബന്ധപ്പെട്ട? ജമീന്ദാരി, ബ്രിട്ടീഷ് നേവി, ഇമ്പീരിയൽ കോർട്ട്, ഫ്രീഡം മൂവ്മെന്റ്. സൺസെറ്റ് ലോ ഫ്രീഡം മൂവ്മെന്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇമ്പീരിയൽ കോർട്ട് ആണോ? അതും അല്ല. പിന്നെ ഉള്ളത് 2 ബ്രിട്ടീഷ് നേവിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയമമാണോ സൺസെറ്റ് ലോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ജമീന്ദാരി പെർമനന്റ് സെറ്റിൽമെന്റ്. ഏതാണ്? ഓപ്ഷൻ 1 ആണ്. ജമീന്ദാരി ആൻഡ് സൺസെറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയം പോലെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ ആ ദിവസം ഒരു ഡേറ്റ് കൊടുക്കും. ആ ദിവസം ആ സമയത്തിന്റെ ഉള്ളിൽ, പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ആ ജമീന്ദാർ ആ പ്രദേശത്ത് നികുതി പിരിച്ചിട്ട്, ടാക്സ് പിരിച്ചിട്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭൂമി നഷ്ടപ്പെടും. അതാണ് ഈ സൺസെറ്റ് ലോ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി 22ാമത്തെ ചോദ്യം ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളുടെ ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്ന നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഡ്യൂറിംഗ് ഹിസ് സാൾട്ട് മാർച്ച് ഗാന്ധി began walking towards the ocean from his ashramam located at. ഗാന്ധിന്റെ ആശ്രമം എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ചെറിയ കുട്ടികൾക്ക് പോലും ഇതിന് ഉത്തരം അറിയാം, ഒരു സംശയം വേണ്ട. നിങ്ങൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒന്നാണ്. ഗാന്ധിയുടെ സാൾട്ട് മാർച്ച് എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സബർമതി ആശ്രമമാണ്. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും കാര്യമില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 12 മാർച്ച്, അവസാനിച്ചിട്ടുണ്ടായിരുന്ന ഏപ്രിൽ 1930. ഏപ്രിൽ 6, 1930. 387 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് 24 ദിവസം എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണേ. എക്സാമിന് ചിലപ്പോൾ അത് വരും. എത്ര ദിവസം കൊണ്ടാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം വരും. എന്തിനെതിരെയാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ചിലപ്പോൾ വരും. സാൾട്ട് ടാക്സ്, സാൾട്ട് മൊണോപ്പൊളിക്കെതിരെയാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് സാൾട്ട് സത്യാഗ്രഹ എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി 23ാമത്തെ ചോദ്യം ഇതേ പോർഷൻ എന്നുള്ള ചോദ്യം തന്നെയാണ്, ഇതേ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. മഹാത്മാഗാന്ധീസ് സാൾട്ട് മാർച്ച് വാസ് നോട്ടബിൾ ആസ് ദ ഫസ്റ്റ് നാഷണലിസ്റ്റ് ആക്ടിവിറ്റി ഫോക്കസ്ഡ് ഓൺ. ഏതാണ്? വിമൻ ആണോ, ലോർഡ് ഇർവിൻ ആണോ, സുഭാഷ് ചന്ദ്രബോസ്? ആ ചോദ്യം വായിച്ചാൽ തന്നെ ഇതിന് ഉത്തരം കിട്ടും. വിമൻ അല്ല, സുഭാഷ് ചന്ദ്രബോസും അല്ല. പിന്നെ ഇർവിൻ ആൻഡ് മാർച്ച് 15th മാർച്ച് 1930. 15th മാർച്ച് 1930 എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി 24ാമത്തെ ചോദ്യം ഇതേപോലെ ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം തന്നെയാണ്. ആ തീമിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ചോദ്യം എങ്ങനെയാണ്? പൂർണ്ണ സ്വരാജ് ആസ് ദ ഗോൾ ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ വാസ് എയിം ടു അച്ചീവ്. ഈ ഒരൊറ്റ ചോദ്യം നോക്കിയാൽ മതി, പൂർണ്ണ സ്വരാജ്. ആ ഒരൊറ്റ വാക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. പൂർണ്ണ സ്വരാജ് എന്താണ്? പൂർണ്ണ സ്വരാജ്, പൂർണ്ണ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് എന്നാണ് അല്ലെ? അപ്പൊ ഇതിൽ പാർഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? അല്ല. കാരണം പൂർണ്ണ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നാണ്. അപ്പോ പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അപ്പൊ ചില കേസുകളിൽ ചോദ്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് അതിന് ഉത്തരം അറിഞ്ഞുകൊള്ളണം എന്നില്ല. ചോദ്യം നോക്കിയിട്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, ഉത്തരം കിട്ടും. ഇപ്പൊ ഈ പൂർണ്ണ സ്വരാജ് എന്ന് കാണുമ്പോൾ തന്നെ, ആ പേര് കാണുമ്പോൾ തന്നെ പാർഷ്യൽ ഫ്രീഡം അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പാർട്ടീഷൻ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇന്ത്യൻ ഐഡന്റിറ്റി അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ജസ്റ്റ് ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഇതിന് നിങ്ങൾ NCERT ബുക്ക് വായിക്കേണ്ട കാര്യമില്ല, ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ചില കേസുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ആൻസർ എഴുതാം എന്നുള്ളത് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുദ്രാവാക്യമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1929 പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെൽഫ് റൂൾ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്
1930 ഇത് കോൺഗ്രസ് പാർട്ടി ഒഫീഷ്യലി ഇത് അംഗീകരിക്കുന്നത്. അത് മുതലാണ് ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി 25ാമത്തെ ചോദ്യം ഇതേപോലെ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ്, അതേ ചാപ്റ്റർ എന്നുള്ള ചോദ്യം തന്നെയാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ ഇതുവരേക്കും നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടില്ല. ഇനി സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഗാന്ധി ചാർജ്ഡ് ദ ഇന്ത്യൻ എലൈറ്റ് വിത്ത് എ ലാക്ക് ഓഫ് കൺസേൺ ഫോർ ലേബറിംഗ് പുവർ. അത് ചോദ്യം ഇങ്ങനെയാണ്, ഗാന്ധിയുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി നടത്തിയ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം. അപ്പോ ഇനി അടുത്തത്, അപ്പം ഗാന്ധി എന്താണ് ഇന്ത്യയിലെ വരേണ്യ വിഭാഗത്തെ ക്രിട്ടിസൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അവര് ഈ ലേബറിംഗ്, അതായത് വർക്കേഴ്സിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ കൺസേൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഗാന്ധി വാസ് നോട്ട് വറീഡ് അബൌട്ട് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ റിച്ച്ലി ബെഡക്ട് നോബിൾമാൻ ആൻഡ് മില്യൺസ് ഓഫ് പൂർ ഇന്ത്യൻസ്. റിച്ച് ആൻഡ് പൂർ ഗ്യാപ്പിനെ കുറിച്ചിട്ട് ഗാന്ധിക്ക് വലിയ കൺസിഡറേഷനോ ബോധറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. Gandhi said our salvation can only come through lawyers, doctors and rich landlords. Gandhi emphasized that farmers are going to secure the salvation of India. Then Gandhi told the privileged invitees, strip yourself of this jewelry and hold it in trust for your countrymen. നിങ്ങളുടെ ഈ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തരൂ എന്ന് ഗാന്ധി ആഹ്വാനം നടത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. വരേണ്യ വിഭാഗത്തെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഫാർമേഴ്സ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പാവപ്പെട്ട ഈ പണക്കാരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഇതിന് സ്വാതന്ത്ര്യ സമരത്തിന് നിങ്ങൾ ഡൊണേഷൻസ് നൽകണം എന്ന് പറഞ്ഞു, കറക്റ്റ് ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്ത്? റിച്ച് ആൻഡ് പുവർ എന്ന ആ ഗ്യാപ്പിനെ കുറിച്ചിട്ട് ഞാൻ വറീഡ് ആണ് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വേറെയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് എന്താക്കാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.